കുഴിമന്തിയുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയാണ്. അറേബ്യയിൽ നിന്ന് വന്നൊരു ഡിഷാണ് ഈ മന്തി എന്ന് നമുക്കറിയാം. ഒരു പിറ്റിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മലയാളത്തിൽ അതിനെ കുഴിമന്തി എന്ന് പറയുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു യമനിലൊക്കെയാണ് അതിൻ്റെ ഒറിജിനേറ്റഡ് പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ നിന്ന് വന്ന ഈ സംഭവം എന്താണ് ഈ കുഴിമന്തി എന്ന് പറയുന്നത് പല ടൈപ്പിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. എല്ലാവരും ഒരുപാട് മന്തി ഫാൻസ് ഉണ്ട്. അപ്പോൾ കൊല്ലത്തേക്കാണ് യാത്ര. അവിടെ ഒരു സ്പെഷ്യൽ കടയുണ്ട്. അവിടെ നല്ല ഉഗ്രൻ കുഴിമന്തി ലഭിക്കുമെന്നാണ് AV ജയശങ്കറും സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊരു യാത്ര അവർ പോകുന്നുണ്ട്. നമുക്കും ഒപ്പം പിടിക്കാം. ഇന്നത്തെ കറക്കം അറേബ്യയിൽ നിന്നെത്തി കേരളത്തിൽ തരംഗമായി മാറിയ കുഴിമന്തി കഴിക്കാനാണ്. നമ്മൾ പോകുന്നത് വെറും ഒരു കുഴിമന്തി കടയിലേക്കല്ല, മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ കടയ്ക്ക്. അപ്പോൾ പോയി വരാം. ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് അവസാനം ഓട്ടോ ഗാരേജിലാണോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ മന്തിക്കട. ആംബിയൻസ് തന്നെയാണ് കൊല്ലം ആയൂരിലുള്ള ഫുഡ് ഗ്യാരേജിന്റെ പ്രത്യേകത. ഒരു ഓട്ടോ ഗ്യാരേജിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അനുഭവം. കാഴ്ചയ്ക്ക് രസം പകരുന്ന ലൈറ്റിങ്ങും KSRTC ബസ്, സ്കൂട്ടർ, പഴയ ബെൻസുകാർ, അങ്ങനെ എല്ലാമുണ്ട് ഇവിടെ. വാഹനപ്രേമികളായ മുഹമ്മദ് യൂസഫിന്റെയും സഹോദരൻ ഇജാസിന്റെയും ആശയമാണ് ഗ്യാരേജ് മാതൃകയിലുള്ള ഈ ഹോട്ടൽ. കൊറോണ ടൈമിലായിരുന്നു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം എന്തെങ്കിലും ഒരു ആംബിയൻസ് പിടിച്ചില്ലെങ്കിൽ ആൾക്കാർ അട്രാക്റ്റീവ് വരില്ല. എല്ലായിടത്തും ടേബിളും കസേരയും ചെയറും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ആംബിയൻസ്, പക്ഷേ പണ്ട് തൊട്ടേ വണ്ടികളെ കൂട്ടി ഇഷ്ടമാണ്. ഒരു വണ്ടി ഭ്രാന്തായിട്ടങ്ങ് തുടങ്ങി. ഓരോ വണ്ടിയുടെ ഓരോ പാർട്സ് സംഘടിപ്പിച്ച് കുറേ നാളെടുത്ത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു മൊത്തത്തിൽ ഒരു വണ്ടിയുടെ ഫീൽഡായി. ഇനിയിപ്പോൾ മോഡിഫൈ ചെയ്യണം. ഒരു വർഷത്തിനകത്ത് കുറച്ചും കൂടെ പുതിയ ഐറ്റംസ്, പുതിയ വണ്ടികളൊക്കെ ഒന്ന് ഇറക്കണം. ഒരുപാട് പേര് വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബെൻസ് ഉണ്ട്, പിന്നെ KSRTCയുടെ ബസ്സുണ്ട്, പിന്നെ ഓട്ടോ, ഒമിനി, സ്കൂട്ടർ, സൈക്കിള്, ജീപ്പ്, അംബാസഡർ, അങ്ങനെ വില്ലീസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കടയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ഇതിനകത്ത് നല്ല ചൂട് മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തെടുത്ത് കാണാം. വിദേശിയാണെങ്കിലും മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമാണ് മന്തി. 1 മീറ്റർ താഴ്ചയിൽ ചെമ്പിറക്കി വെക്കാവുന്ന രീതിയിൽ കുഴി നിർമ്മിക്കും. ഈ കുഴിയിൽ കനലിട്ട് കനലിന് മുകളിലായി ചെമ്പ് വെച്ച ചൂട് പുറത്തു പോകാത്ത രീതിയിൽ മണിക്കൂറുകളോളം അടച്ചുവെച്ചാണ് കുഴിമന്തി തയ്യാറാക്കുന്നത്. ഉപയോഗിക്കുന്ന മസാലക്കൂട്ടുകളാണ് മന്തിക്ക് രുചി പകരുന്നത്. കുഴിമന്തി, അൽഫാം മന്തി ഉൾപ്പെടെ വിവിധയിനം മന്തികൾ ഇവിടെ എത്തിയാൽ നുണയാം. കുഴിമന്തിയുണ്ട്, അൽഫാം മന്തിയുണ്ട്, ഷവായി മന്തിയുണ്ട്, പെരി പെരി മന്തിയുണ്ട്, പിന്നെ ബീഫ് മന്തിയും മിക്കവാറും ദിവസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്കമാലി മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പോകുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്ന എല്ലാ മിക്ക വണ്ടികളും ഞങ്ങളുമായിട്ട് വലിയ സഹകരണത്തിലാണ്. അവരെല്ലാം കയറും. പിന്നെ ട്രാവലറെല്ലാം എത്തും. ജഡായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഞങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാ കഴിച്ചാലോ?
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കുന്നത്. എന്തായാലും മന്തി അടിച്ചു നോക്കാം. കുറെ നേരമായി കാത്തിരിക്കുന്നു. മന്തി ഒരു രക്ഷയില്ല, കിടുവാണ്. ഈ വെറൈറ്റി ആംബിയൻസിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് കൊല്ലം ആയൂരുള്ള ഫുഡ് ഗാരേജിലേക്ക് ധൈര്യമായിട്ട് കയറി വരാം. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. ക്യാമറമാൻ അനന്തുബി നായർക്കൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. യെസ്, അപ്പോൾ എല്ലാവർക്കും വയറ് നിറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പേര് അത്തരം കമൻറ്റുകൾ നൽകിയിട്ടുണ്ട്. വയറ് നന്നായിട്ട് നിറഞ്ഞു, ഇനിയും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മന്തി മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ സെറ്റിങ്സ് അത് ഗംഭീരമായിട്ടുണ്ട്. പൊളി ആംബിയൻസ് ആണ്. ഫുഡ് ഗാരേജ് എന്ന് പറയുന്ന പേരിനോട് അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വേറൊരു ഫീലായിരിക്കും. അപ്പോൾ നിങ്ങൾ പല ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അല്ലെ, ഒന്ന് അവിടെ വരെ പോകണമെന്ന്. അപ്പോൾ ആ വഴി പോകുമ്പം മറക്കേണ്ട, ഫുഡ് ഗാരേജ് ആണ് ഇപ്പോൾ ജയശങ്കർ നമ്മളെ പരിചയപ്പെടുത്തിയിടം.